പരിശുദ്ധനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം പ്രവേശന മുഖാന്തരമാകുന്നു. ജീവന്റെ പൂർണ്ണ സൗഭാഗ്യ അനുഭവത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മേരിവരുണ്ട്. എങ്കിലും കടന്നുപോകുന്ന ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അവരുടെ വേദനകളിൽ നാമം പങ്കാളികളാകുന്നു എന്ന് സാക്ഷിക്കുവാനും നാം ഇവിടെ കൂടി വന്നിരിക്കുന്നു. ക്രിസ്തീയ പ്രത്യാശയിൽ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ നമ്മെ ഏവരെയും ദൈവം സഹായിക്കും. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവർ ആരും ഒരു നാളും മരിക്കുകയില്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. പുരാതനായ ദൈവം പച്ചപ്പുറങ്ങളിൽ അവൻ എന്നെ കിട്ടുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ഒരു കൂടെ നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. നിന്റെ വടിയും പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾക്കാണെങ്കിൽ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. 7 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. എബ്രായർ 13:7 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ചു നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. വിവിധവും അനന്യമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ട് പോകരുത്. ആചരിച്ചു പോകുന്നവർക്കും പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല, കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലതാണ്. കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ല. ഒരു യാഗപീഠം നമുക്കുണ്ട്. മഹാപുരോഹിതൻ പാപപരിഹാരത്തിനായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. അവർ അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ന് ചോദിച്ചു. എന്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. പ്രകാരം സ്മാരക ശുശ്രൂഷ ഈ ഭവനത്തിൽ ക്രമീകരിച്ച പ്രിയപ്പെട്ട ബേബിച്ചേട്ടനോടും
മക്കളോടും കൊച്ചുമക്കളോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. സ്മാരക ശുശ്രൂഷ എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുകയും അവരുടെ ജീവിതത്തെയും അവരുടെ നല്ല മാതൃകയും സ്മരിക്കുന്ന ഒരു അവസരമാണ് ഇത്തരത്തിലുള്ള സ്മാരക ശുശ്രൂഷ അല്ലെങ്കിൽ പ്രത്യേകമായ ഓർമ്മ പ്രാർത്ഥന. അതുകൊണ്ട് നമ്മൾ വേർപെട്ടു പോയവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ട് എന്ന് ദക്ഷിണേന്ത്യ സഭ വിശ്വസിക്കുന്നില്ല. മറിച്ച് ദുഃഖത്തിനും വേദനകളുമായിരിക്കും നമുക്ക് ആശ്വാസം പകരുവാനും അവരുടെ വേർപെട്ടു പോയവരുടെ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുവാനും കിട്ടുന്ന അവസരങ്ങളാണ് ഇത്തരത്തിലുള്ള അവസരങ്ങൾ. പൊതുവെ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി കുറച്ചുകൂടി വിശാലമായ തലത്തിൽ ചിന്തിച്ചാൽ കേരള സമൂഹത്തെ ആകമാനം ഒരു ദുഃഖത്തിന്റെ നിഴലിലേക്ക് കൊണ്ടുവരുന്ന ഒന്നാണ് കഷ്ടാനുഭവ ആഴ്ചകൾ. പ്രത്യേകിച്ച് നമ്മൾ ഒരു മതബഹുല സമൂഹത്തിൽ പരസ്പരം സ്നേഹവും സാഹോദര്യവും ഒക്കെ പങ്കിട്ട് ജീവിക്കുന്ന ഒരു സമൂഹമായതുകൊണ്ട് അത്തരത്തിൽ ക്രൈസ്തവരുടെ കഷ്ടാനുഭവ ആഴ്ചകൾ അല്ലെങ്കിൽ പീഡാനുഭവ ആഴ്ചകൾ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും അതിന് വളരെ പ്രാധാന്യമുള്ള ഒരു ആഴ്ചവട്ടമാണ്, ഒരാഴ്ചക്കാലമാണ്. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാം. സങ്കടങ്ങളുടെ നിരാശയുടെ